Hello my dear students. Now I am discussing about the memory segmentation and physical memory calculation of 8086. There are in the case of 8086 it have total of 1 MB of memory. നമ്മൾ പറഞ്ഞു 1 MB മെമ്മറിയാണ് ടോട്ടലായിട്ട് 8086 The total memory size is divided into segment of various sizes. ഈ 1 MB of മെമ്മറിനെ പല സെഗ്മെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. A segment is just an area in the memory. The process of dividing memory is this way is called segmentation. അപ്പോൾ ടോട്ടൽ മെമ്മറിയെ പല ഭാഗങ്ങളായി തിരിക്കുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ, therefore the size of address bus of 8086 is 20 and it is able to address 1 MB of physical memory. ഓക്കെ, ഇപ്പോൾ ഈ അഡ്രസ് ബസ് എന്ന് പറയുന്ന ഒരു അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. ഈ 3 ടൈപ്പ് ബസ് ഉണ്ട്. ബസ് എന്ന് പറഞ്ഞാൽ ചാനൽസ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള പ്രോസസ്സറിലുള്ള ചാനൽസിനെയാണ് നമ്മൾ ബസ് എന്ന് പറയാം. 3 ടൈപ്പ് ബസ് ഉണ്ട്. അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്, അതേപോലെ കൺട്രോൾ ബസ് ഉണ്ട്. ഈ കൺട്രോൾ ബസ്സും ഡാറ്റ ബസ്സും 16 ബിറ്റാണ്. ബട്ട് അഡ്രസ് ബസ് ഈസ് 20 ബിറ്റ്. ഡാറ്റ ബസ്സിലൂടെ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. കൺട്രോൾ ബസ്സിലൂടെ എന്തെങ്കിലും കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ മാനേജ് ചെയ്യണമെങ്കിൽ കൺട്രോളുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺട്രോൾ ബസ്സിലൂടെ ആയിരിക്കും. പക്ഷേ ഏതെങ്കിലും മെമ്മറി അഡ്രസ്സുകൾ, പോർട്ട് അഡ്രസ്സുകൾ, ഡിവൈസിൻ്റെ അഡ്രസ്സുകൾ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അഡ്രസ് ബസ്സിലൂടെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ സൈസ് 20 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ 1 MB ഓഫ് മെമ്മറി നമുക്കതിൽ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാം. 1 MB എന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് 2/20 എന്ന് വരുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയാൻ കാരണം. 2/20 ബൈറ്റ്സ് ആണ് എന്ത് ഒരു MB എന്ന് പറയുന്നത്. ഓക്കെ, therefore the complete 1 megabyte of memory can be divided into 16 segments each of 6 kilobytes. ഓക്കെ, 1 MBനെ നമ്മൾ 16 സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ the address of the segment may be assigned to 0000 to F000. The offset value are from 000 to FFFF etc. ഓക്കെ, 4 F ഉള്ളൂ, അതിൽ 5 F കാണുന്നുണ്ട്, 4 F H ആണ്. അപ്പോൾ സെഗ്മെൻറ്റ് അഡ്രസ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഓഫ്സെറ്റ് അഡ്രസ്സ് ഉണ്ട്. ഇത് 2 കൺസെപ്റ്റുകളാണ്. സെഗ്മെൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഓഫ് ദാറ്റ് സെഗ്മെൻറ്റ്. 4 സെഗ്മെൻറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സാണ് സെഗ്മെൻറ്റ് അഡ്രസ്സ്. അതേപോലെ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിലും നമ്മൾ ഓരോ എലമെൻറ്റ്സിന്, ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് അഡ്രസ്സിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് വാല്യൂൻ്റെയും അതേപോലെ സെഗ്മെൻറ്റ് അഡ്രസ്സിൻ്റെയും വാല്യൂസിൻ്റെ റേഞ്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 0000 F to F000 വരെ അഡ്രസ് ഓഫ് ദ സെഗ്മെൻ്റ് ആണ്. അതേപോലെ ഓഫ്സെറ്റ് വാല്യൂ 0000 ടു FFF എന്ന് വരെ വരും എന്നർത്ഥം. ഓക്കെ, അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് എ ഡയഗ്രാം ഓഫ് ഹൗ ടു ഡിവൈഡ് ദ ടോട്ടൽ മെമ്മറി ഓഫ് 8086 ഇൻറ്റു 4 സെഗ്മെൻറ്റ്സ്. 4 സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ നമ്മളൊരു ടേബിളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതായത് രജിസ്റ്റേഴ്സിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പുറം കാണിച്ചിരിക്കുന്നത് ES, CS, SS, DS എന്ന് കാണിച്ചിട്ട് ഒരു 4 കള്ളികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. 16 ഒരു കോളംസുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലുള്ള ഈ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ 8086ൻ്റെ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. മെമ്മറിയെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മെമ്മറിയിൽ കാണാൻ പറ്റും. ഫസ്റ്റ് കാണുന്നത് എക്സ്ട്രാ സെഗ്മെൻ്റ് ആണ്, അത് കഴിഞ്ഞ് സ്റ്റാക്ക് സെഗ്മെൻറ്റ്, പിന്നെ കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്. ആ ഓരോ സെഗ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉള്ള അഡ്രസ്സുകൾ അവിടെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അഡ്രസ്സ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും താഴെ നോക്കുക ഡാറ്റ സെഗ്മെൻറ്റ്. ഡാറ്റ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20,000-ലാണ് അല്ലേ. അത് തീരുന്നത് 24F എന്നുള്ള രീതിയിലാണ്. അതേ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോഡ് സെഗ്മെൻറ്റ് തുടങ്ങും. 3000-ലാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ 7000-ലാണ് സ്റ്റാക്ക് സെഗ്മെൻറ്റ് തുടങ്ങുന്നത്. അതേപോലെ 70,000-ലാണ് എക്സ്ട്രാ സെഗ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ താഴെ നിന്നാണ് നമ്മൾ ഏറ്റവും താഴെ ഏറ്റവും ലോവർ മെമ്മറി, ഏറ്റവും മുകളിലാണ് ഏറ്റവും ഹയർ മെമ്മറി വരുന്നത്.
അത് നമ്മുടെ ഈ പിന്നെ BIU-ലെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലുള്ള ES CS SSDS ഇത് രജിസ്റ്റേഴ്സാണ്, മറ്റേത് സെഗ്മെൻ്റാണ്. അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ 7 എന്ന് കൊടുക്കാൻ കാരണം, ES-ൽ 7 എന്ന് കൊടുക്കാൻ കാരണം അത് 70,000-ലാണ് തുടങ്ങുന്നത്. കണ്ടില്ലേ, 70,000-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ 7,000 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്താണ് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 16-bit അഡ്രസ്സാണ്. അതുകൊണ്ട് 7,000 എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ 70,000 ആവുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് കഴിഞ്ഞ് 3,000 ആണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ 5,000 ആണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ 2,000 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് വരുന്നത് 20,000, 30,000, 50,000, 70,000 ആണ്. ഓക്കെ, ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ഹൗ ടു കണക്ട് മെമ്മറി ബൈ സെഗ്മെൻറ്റേഷൻ. വളരെ സെഗ്മെൻ്റായിട്ട് തിരിച്ചിരിക്കുന്ന 886-ൻ്റെ 1 MB ഓഫ് മെമ്മറിയെ നമ്മൾ എങ്ങനെയാണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലുള്ള സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മെമ്മറി അഡ്രസ്സുകളുടെ 16-bit അപ്പർ 16-bit അത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇഫ് ദ സെഗ്മെൻറ്റ് ഈസ് ഡൺ ഇസ് പെർ മെൻഷൻഡ് വേ, ദ സെഗ്മെൻറ്റ് ഈസ് കോൾഡ് നോൺ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ്. ഇതേപോലെയാണെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റ്സ് പറയാം. ബട്ട് ഇൻ സം കേസ് വി ക്യാൻ ഓവർലാപ്പ് അത് സെഗ്മെൻറ്റ്സ്. ചില സമയത്ത് നമുക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സെഗ്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ മറ്റേതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് തുടങ്ങും. ഇത് സാധാരണ ചെയ്യുന്നത് ഒരു സെഗ്മെൻറ്റിൽ വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അതിനിങ്ങനെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വേറൊരു സെഗ്മെൻറ്റിൽ കൂടുതൽ ഡാറ്റ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഓവർലാപ്പിംഗ് സെഗ്മെൻറ്റുകൾ എന്നൊരു ഓപ്ഷനും ഇതിലുണ്ട്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സെഗ്മെൻറ്റഡ് മെമ്മറി സ്കീം ആസ് ഫോളോസ്: allows the memory capacity to be 1 MB, although the actual memory to be handled are 16-bit of size. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ 16-bit സൈസാണ്, 16-bit രജിസ്റ്ററാണ് 886. പക്ഷേ അഡ്രസ് ബസ്സിന് 20-bit ഓഫ് സൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് 1 MB ഇതിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അലോ ദ പ്ലേസിംഗ് ഓഫ് കോഡ് ആൻഡ് ഡാറ്റ പോർഷൻസ് ഓഫ് സെയിം പ്രോഗ്രാം ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മെമ്മറി ഓഫ് ഡാറ്റ ആൻഡ് കോഡ് പ്രൊട്ടക്ഷൻ. ഒരേ പ്രോഗ്രാമിൻ്റെ തന്നെ ഡാറ്റയും കോഡിനെയും പല സെപ്പറേറ്റ് സെഗ്മെൻറ്റിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഡാറ്റ പോയാലും കോഡ് അവിടെ ഉണ്ടാവും, കോഡ് പോയാലും ഡാറ്റ അവിടെ ഉണ്ടാവും, മിക്സ് ചെയ്ത് ഇടാത്തത് കൊണ്ട് തന്നെ. ഓക്കെ, പെർമിറ്റ് എ പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ഡാറ്റ ടു ബി put in different areas of memory each time program is executed. The provision of relocation may be done. അതായത് നമുക്ക് ഈ പ്രോഗ്രാമിൽ പെർമിറ്റ് എ പ്രോഗ്രാം ഓർ ആൻഡ് ഇറ്റ്സ് ഡാറ്റ ടു ബി പുട്ട് ഇൻ ഡിഫറെൻറ്റ് ഏരിയ ഓഫ് മെമ്മറി ഈച്ച് ടൈം ദ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്. ഓരോ സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റയും കോഡിനെയും നമ്മൾ പല സ്ഥലത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് പ്രൊവിഷൻ ഓഫ് റീലൊക്കേഷൻ മേ ബി ഡൺ. ഇതിനെ ടോട്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡാറ്റേനെ ഫുള്ളായിട്ട് മാറ്റാം, കോഡിനെ ഫുള്ളായിട്ട് മാറ്റാം വേറെ സ്ഥലത്തേക്ക്. അങ്ങനൊരു അഡ്വാൻറ്റേജും കൂടെ അതിലുണ്ട്. ഓക്കെ, ഇപ്പോൾ 20-bit അഡ്രസ് ലൈനാണ് 886-ലുള്ളത്. ദാറ്റ് ക്യാൻ അഡ്രസ് 2^20, ദാറ്റ് ഇസ് 1 MB ഓഫ് മെമ്മറി. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണത് പിന്നെ 2^20 1 MB ഓഫ് ഡാറ്റനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു? 2^20 ആകുമ്പോൾ നമ്മൾ 5 ഡിജിറ്റുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് വേണ്ടി വരും. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെമ്മറി അഡ്രസ് റെപ്രസെൻറ്റഡ് ദ ഫോം ബേസ് കോളൻ ഓഫ്സെറ്റ് എന്നുള്ളൊരു ഫോമിലാണ് നമ്മൾ കൊടുക്കുക. ബേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ സെഗ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് ഓഫ്സെറ്റ് ഇസ് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 89AB F012. അതായത് 89AB എന്ന് പറയുന്നതാണ് ആ സെഗ്മെൻറ്റ് തുടങ്ങുന്നത്. അവിടെ നിന്ന് F012 എന്നുള്ള ഒരു ഡിസ്റ്റൻസും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഡാറ്റ കിട്ടും. പക്ഷേ ഇത് അഡ്രസ്സിനെ 20-bit അഡ്രസ്സായിട്ട് നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ദെർഫോർ ഇറ്റ്സ് കാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഫിസിക്കൽ അഡ്രസ്. ആക്ച്വൽ 20-bit ഫിസിക്കൽ അഡ്രസ് ഈസ് ഈക്വൽ ടു ബേസ് അഡ്രസ് ഇൻറ്റു, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊടുത്ത കോളത്തിൻ്റെ മുമ്പുള്ള സാധനം, ബേസ് അഡ്രസ് ഇൻറ്റു 20 ഓഫ് 16. 60-ലുള്ള 20, അതായത് 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 10 തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു 0 കൂടെ അവിടെ കൊടുക്കുക എന്നർത്ഥം. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3000 ആണെങ്കിൽ അല്ലെങ്കിൽ 3000 ആണ് 30,000 ആവുന്നത് അങ്ങനെയാണ്, പ്ലസ് ഓഫ്സെറ്റ്. അപ്പോൾ സാധാരണ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ ഓഫ്സെറ്റ് 0 ആയിരിക്കും അല്ലേ? അതുകൊണ്ടാണ് അവിടെ 3000, ഞാൻ നേരത്തെ പറഞ്ഞു 3000 30,000 ആയി മാറിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓഫ്സെറ്റ് വാല്യൂയിലേക്ക് പിന്നെ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ കൂടെ ഒരു 0h ഹെക്സാഡെസിമൽ 0 കൂടെ ആഡ് ചെയ്യുക. അതായത് 10 of 16 ആഡ് ചെയ്യുന്നു. അത് തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്. അപ്പോൾ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബിറ്റ് ഹെക്സാഡെസിമൽ അഡ്രസ്സാണെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂസിങ് ആവേണ്ട. 5 ഡിജിറ്റ് ഹെക്സാഡെസിമൽ അഡ്രസ് ഈസ് ഈക്വൽ ടു 20 ബിറ്റ് physical address. 5 this hexadecimal address is equal to 20 bit physical address. Therefore CS equal to അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. CS equal to 5412 and IP equal to 0021. CS എന്ന് പറഞ്ഞാൽ കോഡ് സെഗ്മെൻറ്റ്, IP എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ. അപ്പോൾ കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് നടന്നത് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒക്കെ റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ എഫക്റ്റീവ് ഫിസിക്കൽ അഡ്രസ്സ് ഈ കേസിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റീവ് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുന്നത് എന്നുള്ളത്. ബേസ് അഡ്രസ്സ്, ഇവിടെ ബേസ് അഡ്രസ്സ് CS ആണ്. അതേപോലെ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് IP ആണ്. അപ്പോൾ നൗ ദ ബേസ് അഡ്രസ്സ് ഈസ് ദ കണ്ടൻറ്റ് ഓഫ് CS ആണ്. അപ്പോൾ 5412H ആണെന്ത് നമ്മുടെ ബേസ് അഡ്രസ്സ്. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് 0021. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? CS ഇൻറ്റു 10 of 16 പ്ലസ് IP ആണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ബേസ് അഡ്രസ്സിലേക്ക് 0 ആഡ് ചെയ്യുന്നതിന് ചൊല്ലിയാണ് 10 കൊണ്ട് ആഡ് ചെയ്യുന്നത് അല്ലേ, 10 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 54120 ആയി, H പ്ലസ് 0021 ആയി. ദർഫോർ ദ എഫക്റ്റീവ് ഹെക്സാഡെസിമൽ 5 ഡിജിറ്റ് അഡ്രസ് ഈക്വൽ ടു 54141 H എന്ന് കിട്ടി. This is a 5 digit hexadecimal number. We can convert it into a binary. Therefore, we will get 20 bit binary address. Okay, that's about the concept of memory address and segmentation and memory address calculation. That's a very important topic. Some of the questions already asked this type of questions. Okay, the previous year questions you just refer previous questions after all completing. But in the case of this subject, there is no previous question paper. But in the case of 886, there are some questions of full of 886 questions. Therefore, we have the first 2 modules, first 3 modules about 885. That's why we can't we don't have any previous year questions. Okay, next about address 886 buses. I already mentioned that there are 3 types of buses. Then what do you mean by bus? Microprocessor is a device of every computing device. It need to communicate outer world. For example, it communicate input device to get data. It communicate with memory, processing data according to instruction written in memory, and finally it need to be communicate with the output devices to display output on input output devices. Then what happens? Therefore, the processor itself communicate with the memory, input system, output system, and also motherboard and a control system, etc. Okay, therefore there are a lot of communication how we can communicate, and also to external world. To communicate with the external world, the microprocessor make use of buses. The external world of microprocessor is the that is memory is or input is or output, etc. different ports are there, USB is there, anything. Therefore is communicated through buses. There are 3 types of buses used in microprocessor. There are already said, that is address bus, data bus, and control bus. Okay, what do you mean by address bus? It's a group of wires or lines that are used to transfer the address of memory or IO devices. It is unidirectional. Okay, unidirection address unidirection ആണ്. അതിലേക്ക് ഒരേ സമയത്ത് ഒരു ഭാഗത്തേക്ക് പോകുള്ളൂ. പിന്നെ 886 മൈക്രോപ്രൊസസർ അഡ്രസ് ബസ് ഇസ് 20 ബിറ്റ്സ്. അതിൽ താഴെ നമ്മൾ അതിൻ്റെ മെമ്മറി അതിൻ്റെ അഡ്രസ് ബസ്സിൻ്റെ പിൻസൊക്കെ പറയുന്നുണ്ട്, നമ്മളത് താഴെ പറയുന്നുണ്ട്. ഓക്കെ, ഡാറ്റാബേസ് ഇറ്റ്സ് യൂസ് ടു ട്രാൻസ്ഫർ ഡാറ്റ വിത്തിൻ മെമ്മറി, പ്രോസസ്സർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇറ്റ്സ് എ ബൈ ഡയറക്ഷണൽ, അതായത് 2 ഭാഗത്തേക്കും അങ്ങോട്ടേക്ക് ഡാറ്റ വെച്ചാൽ അത് ലോക്കോട്ടേക്കും ഇങ്ങോട്ടേക്കും വരും. ഇറ്റ്സ് ബൈ ഡയറക്ഷണൽ ഡാറ്റ. Microprocessor requires sending or receiving data. Okay, the data bus also works as address bus when it's multiplied with multiplexed with address bus. The address bus is 16 bit long. That's very important concept. The data bus is also worked as address bus when multiplexed with address bus. What it is mean? അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
അതായത് ചില സമയത്ത് ഈ ഡാറ്റ ബസ്സുകളെ മൈക്രോ പ്രോസസ്സറിനെ അഡ്രസ് ബസ്സുകളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയാം. മൾട്ടിപ്ലെക്സിംഗ് എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്. അപ്പോൾ വേറൊരു ചാനലാക്കി മാറ്റും. അങ്ങനെ ആകുമ്പോൾ അത് വേറൊരു ചാനലാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് അഡ്രസ് ബസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഡാറ്റ ബസ്സിനെ അഡ്രസ് ബസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് അഡ്രസ്സ് പാസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് അത് യൂണി ഡയറക്ഷനിലാവും, ബിക്കോസ് അഡ്രസ് ബസ് ഈസ് യൂണി ഡയറക്ഷണൽ. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ഇസ് കൺട്രോൾ ബസ്. Microprocessor uses control bus to process data, which is what to do with the selected memory location. Some control signals are read, write, opcode, fetch, etc. Various operations are performed by microprocessor with the help of control bus. Okay, control process which is what to do with the selected memory location. Therefore, it's based on operation, action based, control based. Therefore, such type of instructions are processed using address bus. ഓക്കെ, ഞാൻ ഇതോടെ ഈ വീഡിയോ തീർക്കാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ പിൻ ഡയഗ്രത്തെക്കുറിച്ച് പറയും. ഓക്കെ.